പൊന്നുതമ്പുരാനെ, ഏതോ ഒരു ഹേമദ്രവം പിടിച്ച കുരുത്തം കെട്ട കുട്ടി ഈ കൊട്ടാരത്തിന്റെ ചുമരെല്ലാം ആകെ വൃത്തിഹീനമാക്കുന്നു. ആരാന്ന് മനസ്സിലാകുന്നില്ല. ഞങ്ങളിത് കഴിയുമ്പോഴേക്ക് അപ്പുറത്ത് വൃത്തികേടാക്കുന്നു. പരിചാരകന്മാര് വെള്ളവും തുണിയെടുത്തിട്ട് ഓടിപ്പോയി മയക്കാൻ തുടങ്ങുന്നു, പരക്കെ മയക്കുന്നു. ഇങ്ങനെ ഭാഗത്തെല്ലാം മയച്ച് അങ്ങ് ചെല്ലുമ്പോൾ ആടെയുണ്ടാവും ഭരിച്ചിട്ട്, ആടെ മയച്ചിട്ട് ഇപ്പുറം വരുമ്പോൾ ഈടെയുണ്ടാവും ഭരിച്ചിട്ട്, ആകെ ബഹളം. കരിക്കട്ട വാങ്ങി അത് ചിത്രം വരച്ചു കൊടുത്തു. അപ്പ രാജരാജവർമ്മ പറഞ്ഞു, ചുമര് വൃത്തികേടാക്കുന്ന കള്ളനെ മനസ്സിലായി, പിടികിട്ടി. രാജരാജവർമ്മ നേരെ അവന്റെ അടുത്തേക്ക് നടന്നെടുക്കുന്നു. പരിചാരകന്മാർക്ക് ഭയങ്കര സന്തോഷമായി. ഈ കുരുത്തം കെട്ടവനെ കിട്ടിയല്ലോ, ഇപ്പൊ കിട്ടും അടി. രാജരാജവർമ്മ നടന്നു പോയിട്ട് ആ രവി എന്ന് പറയുന്ന കുട്ടിയെ വാരിയെടുത്തിട്ട് അവന്റെ കവിളത്ത് തിരിച്ചും മറിച്ചും ചുംബനം കൊടുത്തിട്ട് കണ്ണീര് വാർത്തിക്കൊണ്ട് പറഞ്ഞു, മോനെ, നിന്നിനുള്ള പ്രതിഭയെ ഞാൻ കണ്ടെത്തി. ഭാരതത്തിലെ ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സർഗാത്മക ദൈവം ആരാണ് അറിയാമോ? സർഗാത്മക ദൈവം. നിങ്ങൾ ദൈവം ഇങ്ങനെ വരണ്ടിരുന്ന ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ പാസ്സാക്കി എടുക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ച് നടന്നു അല്ലേ? സർഗാത്മകതയിൽ ഏറ്റവും ഒടുവിൽ വന്ന അവതാരമായിരിക്കുന്ന കൃഷ്ണനാണല്ലോ. ആ കൃഷ്ണന് ഒരു നിമിഷം ആലോചിച്ചെങ്കിൽ ആ അസത്യഭാമ നീണ്ടുവനോ. കർത്താണുങ്ങൾ നൃത്തം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞില്ല ഒരു മുദേവി അല്ലേ? കർത്താളുകൾ ആണുങ്ങൾ നൃത്തം ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നൃത്തം മഹാരാസലീലയാണ്. കരുണം, വീര്യം, ശൃംഗാരം, ബീഭത്സം, അത്ഭുതം, ഹാസം, ശാന്തം, നവരസങ്ങളെ വിധേയമാക്കിക്കൊണ്ട് ലീലയാടി. അതാ രസങ്ങളുടെ ലീലയാ രാസലീല. ആര്? കൃഷ്ണൻ. കൃഷ്ണൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? കൃഷ്ണമൃഗം, കറുത്തമാൻ, കൃഷ്ണനിറം, കറുത്ത നിറം, കൃഷ്ണ, കറുത്ത. കൃഷ്ണപക്ഷം എന്ന് കേട്ടിട്ടുണ്ടോ? ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവും ഇല്ലേ? വെളുത്ത പക്ഷത്തിന് ശുക്ലപക്ഷമെന്നും കറുത്ത പക്ഷത്തിന് കൃഷ്ണപക്ഷവും എന്ന് പറയും. കൃഷ്ണൻ കറുത്തവനാ കൃഷ്ണൻ. നമ്മളത് പിന്നെ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്തിട്ട് നീലിയാക്കിയതാ. മനസ്സിലായോ? കറുത്തവനാണ്, കാർമേഘവർണ്ണനാണ്. ആ കറുത്ത കൃഷ്ണന്റെ ഡാൻസ് അല്ലേ ഏറ്റവും വലിയ ഡാൻസ്? എന്നിട്ട് കറുത്ത ആണുങ്ങൾ ഡാൻസ് ചെയ്യാൻ പോകില്ല. വീടുന്ന ബന്നിന് ഓരോ ആലോചിച്ചോക്കൂ. ആ കൃഷ്ണൻ കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്ത കണ്ണനെ സൃഷ്ടിച്ചതാരാ? കണ്ണൻ ഓടക്കുഴലും എടുത്തിട്ട് യമുനാ നദിയുടെ തീരത്തു നിന്ന് രാഗങ്ങളോരോന്നേ ഗോകുല നായകൻ മേളം കലർന്നങ്ങോ പാടുന്നേരം പെട്ടെന്ന് ഇവൻ പാട്ട് നിർത്തിയപ്പോ എന്താ കണ്ണാ പാട്ട് നിർത്തിയേന്ന് ചോദിച്ചു. ആര്? അമ്മ യശോദ. അതിന് കണ്ണൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു. അമ്മേ, ഈ യമുനയുടെ ഓളങ്ങൾ കരയിലേക്ക് വരുന്നുണ്ട്, ഒന്നും തിരിച്ചു പോകുന്നില്ല. എന്താ അത്? നിങ്ങളോടാ നിങ്ങളുടെ മക്കൾ ഈ ചോദ്യം ചോദിച്ചെങ്കിൽ എന്താ മറുപടി പറയാ? ഓളങ്ങൾ തിരിച്ചു പോകുന്നില്ല എന്ന്. ചെക്കൻ എന്നപ്പ നിന്റെ തലക്ക് ഓളം ഉണ്ടോ? എനിക്ക് വേറെ പഠിക്കാനൊന്നും ഇല്ലടാ, തീർന്ന്. അതിനോടെ ഫുൾ സ്റ്റോപ്പായി. എന്നാൽ അതിന് മറുപടിയായിട്ട് യശോദ പറഞ്ഞു കൊടുത്തത്, നിന്റെ ഓടക്കുഴൽ വിളി കേട്ടിട്ട് തിരിച്ചു പോകാൻ തോന്നുന്നില്ലടാ കണ്ണാ. കണ്ണന്റെ വേണുവിൽ നിന്നുയരുന്നൊരീണത്തിൽ പുളകിതയാമൊരു യമുന തന്നോളങ്ങൾ മുന്നോട്ടു പോകാൻ മനസ്സുവരാഞ്ഞ് താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ, താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ എന്ന് പാടിക്കൊടുത്ത യശോദയാണ് നമുക്ക് സർഗാത്മകതയുള്ളൊരു ദൈവത്തെ, പുഴയെ സ്നേഹിക്കുന്ന കാളിന്തിയിൽ വിഷം കലർത്തുന്ന കാളിയനെതിരായി സമരം ചെയ്ത ഒരു കണ്ണനെ നമുക്ക് തന്നത് ആ അമ്മയാണ്. നിങ്ങൾ അത്തരത്തിലൊരമ്മയാവുമോ? ഒരമ്മയാകുമോ? ഒരച്ഛനാകുമോ? ചേർത്ത് പിടിക്കുമോ കുട്ടികളെ? അവരെ ഉത്തരം പറയാനുള്ള കരുത്തുണ്ടാക്കാനല്ല അച്ഛനും അമ്മയും അധ്യാപകരും ശ്രമിക്കേണ്ടത്, ചോദ്യം ചോദിക്കാനുള്ള കരുത്തുണ്ടാവണം. ചോദ്യങ്ങളിൽ നിന്നാണ് ലോകം വളർന്നത്. ചോദ്യമുണ്ടായാലേ ഉത്തരമുള്ളൂ. ചോദ്യമില്ലാതെ ഒരു ഉത്തരമില്ല. അധ്യാപകനാകുന്നത് എപ്പോഴാണ്? അധിയാപനം നടത്തുമ്പോഴാണ്. എന്താണ് ഈ അധിയാപനം? യാപനം എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുക. അധി എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതലല്ലേ? 2024 അധിവർഷമായത് എങ്ങനെയാ?
ഫെബ്രുവരി മാസം 28 പകരം ഇക്കൊല്ലം 29 ദിവസമുണ്ട്. അതുകൊണ്ട് 365 പകരം 366 ദിവസമുണ്ട്. 365 4 കാല് കൂടുമ്പോൾ ഒന്നാവുമല്ലോ, ആ ഒന്നിക്കൊല്ല. അതുകൊണ്ട് 2024 അധിവർഷമാണ്. അധി എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. തന്റെ മുന്നിലിരിക്കുന്ന കുട്ടിയെ അധിയാപനം നടത്താൻ പ്രേരിപ്പിക്കുമ്പോഴാണ് അധ്യാപകൻ ഉണ്ടാവുന്നത്. മാഷക്കറിയുന്ന മാത്രം പഠിച്ചിട്ട് കുട്ടികൾ പോയിരുന്നുവെങ്കിൽ ലോകം തുടങ്ങിയെടുത്ത് നിൽക്കുന്നുണ്ടാവും. ലോകം പുതിയത് നവങ്ങളായ ഉന്മേഷങ്ങൾ കുട്ടികളിൽ ഉൽപ്പാദിപ്പിക്കുവാൻ അധ്യാപകനും രക്ഷിതാക്കൾക്കും കഴിയണം. പുതിയ ചോദ്യങ്ങൾ ഉണ്ടാവണം. മാഷക്കറിയുന്ന മാത്രം പറഞ്ഞാൽ പോരാ. മാഷ് പറഞ്ഞത് തെറ്റാണെന്ന് ഉത്തരം പറഞ്ഞ കുട്ടിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി ആരാ അറിയാവോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി ആരാന്നറിയാമോ? ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി 1 1 2 2 1 3 എന്ന് പറയുമ്പോൾ 1 1 2 അല്ല, 1 1 ഇമ്മണി ബല്യൊന്ന് എന്ന് പറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് വിദേശികൾ ഏറ്റവും കൂടുതൽ അറിയുന്ന മലയാളി. അറിയണം കേട്ടോ. മാഷ് പറയുന്നതും കേട്ടിട്ട് പോകാനല്ല കുട്ടികൾ, മാഷോട് ചോദ്യം ചോദിക്കാൻ പഠിക്കണം കുട്ടികൾ. ചോദ്യമാണ് പ്രധാനം, ഉത്തരല്ല. അധ്യാപനം നടത്തണം. പണ്ട് ഗ്രഹാംബൽ എന്നൊരു കുട്ടി അധ്യാപനം നടത്തിയത് കൊണ്ടാണ് ഞാൻ മെല്ലെ പറയുമ്പോൾ നിങ്ങൾ ഉച്ചത്ത് കേൾക്കുന്ന ഈ മൈക്രോഫോൺ ഉണ്ടായത്. തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ഒരു കുട്ടി അധ്യാപനം നടത്തിയത് കൊണ്ടാണ് ഈ ബൾബ് ഉണ്ടായത്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വാച്ചും പേനയും ഈ നെയ്ത്ത് യന്ത്രത്തിൽ നെയ്തെടുത്ത എന്റെ ഷർട്ടും തയ്യൽ മിഷനും ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാം ഏതെല്ലോ കുട്ടികൾ അധ്യാപനം നടത്തിയത് കൊണ്ടാ. മാഷ് പറഞ്ഞ് മാത്രം കേട്ട് നടന്നിട്ടല്ല. മാഷക്കറിയുന്ന മാത്രം പഠിച്ചാൽ മതിയോ? ടിൻറ്റുമോന്റെ തമാശ കേട്ടിട്ടില്ലേ? ടിൻറ്റുമോന്റെ തമാശ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയാഞ്ഞിട്ട് ക്ലാസ് നിന്ന് പുറത്താക്കി. അച്ഛനെയും കൂട്ടി വരാൻ പറഞ്ഞു. അച്ഛൻ ചോദിച്ചു, നീ എന്താ ചോദ്യത്തിന് ഉത്തരം പറയാതിരുന്നേ? അപ്പൊ ടിൻറ്റുമോൻ പറഞ്ഞു, വെറുതെ ചോദിച്ചാ അച്ഛാ, മാഷക്ക് അതിന്റെ ഉത്തരം അറിയാം, പിന്നെ എന്നോട് ചോദിക്കണോ? മാഷക്കറിയുന്ന കാര്യം പിന്നെ എന്നോട് ചോദിക്കണോ? മാഷക്കറിയാത്ത കാര്യം കുട്ടി പഠിക്കണം, അറിയണം, ചോദിക്കണം. നമ്മൾ ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല. ഈ കുട്ടികളുടെ എല്ലാം രക്ഷിതാക്കളായ നിങ്ങള് സ്കൂളിൽ പഠിച്ചവരല്ലേ? നിങ്ങള് മാഷ് പറയുന്നു കേട്ട് പോന്നു എന്നല്ലാതെ ഒന്നും ചോദിച്ചിട്ടില്ല. ഇപ്പൊ തെളിവ് തരട്ടെ. 5 കാര്യം ഞാൻ പറയാം. ഈ 5 കാര്യത്തിൽ ഉത്തരം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞെങ്കിൽ അയാളാ വിദ്യാർത്ഥി. 1, ആഴ്ചക്കെന്താ 7 ദിവസമായേ 8 ദിവസം ആവാൻ ഞാൻ ചോദിച്ചത് ഇതുവരെ. ആഴ്ചക്ക് 7 ദിവസമായതിന്റെ കണക്കറിയുന്ന ആരെ കൊണ്ടൊന്ന് കൈവക്ക് ഉണ്ടോ? ഇല്ല. മണിക്കൂറിന് എന്താ 60 മിനിറ്റായേ? എന്താ 100 മിനിറ്റ് ആവാൻ 60 മിനിറ്റ് ആക്കിയേ? അറിയുന്ന ആരും കൊണ്ടൊന്ന് കൈവക്ക്. ചോദിച്ചിട്ടില്ല. 3, ഒരു വർഷത്തിന് എന്താ 12 മാസം? എന്താ 10 മാസം ആക്കിയാൽ എങ്ങനെ ഈ 12 മാസം വന്നേ? അറിയാവോ? ചോദിച്ചിന് ആരോടും ചോദിച്ചിട്ടില്ല. അടുത്ത ചോദ്യം, മണ്ഡല ഉത്സവകാലം എത്ര ദിവസം? മണ്ഡലകാലം 41 അല്ലേ? 41ന്റെ കണക്കെന്താ? എങ്ങനെ ഈ 41 വന്നേ? അത് ഇടുന്ന ഈ 41 എന്നുള്ള നമ്പർ കിട്ടിയേ? ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. മുന്നിൽ നടന്നീടിന ഗോവുതന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം. പണ്ടെല്ലാരും 41 ആയതുകൊണ്ട് നാളും 41. എന്തുകൊണ്ട് എങ്ങനെ വന്നു എന്ന് ചോദ്യം ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവണം. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ അധ്യാപനം നടത്താൻ പഠിപ്പിക്കുക. ഓരോ കുട്ടിയും ഒരു അത്ഭുത പ്രതിഭാസമായിട്ടാണ് ജനിച്ചത്. ഓരോ കുട്ടിയും. നമ്മളെല്ലാം പ്രതിജന ഭിന്ന വിചിത്രമാർഗികളാണ് നമ്മൾ. കുമാരനാശാന്റെ വരികളാണ്. ഒരാളെ പോലെ ഒരാളും ഇല്ല ലോകത്ത്. ചിലപ്പോൾ രൂപത്തിൽ ചെറിയ സാദൃശ്യമൊക്കെ ഉണ്ടാകാം, പക്ഷെ ഒരാളെ പോലെ ഒരാളും ഇല്ല. ഓരോ ആളെ ഒച്ചക്കും വ്യത്യാസമുണ്ട്, ഓരോ ആളുടെ ഗന്ധത്തിനും വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം പക്ഷേ ശാരീരികമായ വ്യത്യാസം മാത്രമല്ല, ആന്തരികമായ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തെ കണ്ടെത്തലാണ് വിദ്യാഭ്യാസം. ഓരോ കുട്ടിയും ജനിക്കുമ്പോൾ എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് ഇല്ലേ? വെറും കൈയോടെ ഒരു കുട്ടി ജനിക്കുന്നില്ലല്ലോ, ചുരുട്ടിപ്പിടിച്ച കൈയോടെയല്ലേ ജനിക്കുന്നത്. ഇപ്പൊ വരുമ്പോ എന്താ കൊണ്ടെന്ന്
കിൻഡർ ജോയ്യ, ഡയറി മിൽക്ക ഒന്നുമല്ല. അവൻ കൊണ്ടുവന്നത് എന്തെന്ന് കണ്ടെത്തലാണ് അധ്യാപകന്റെയും രക്ഷിതാക്കളുടെയും പണി. അതിനായി ഈ വാർഷികോത്സവം. മനസ്സിലായോ? നമ്മുടെ കുട്ടി കൊണ്ടുവന്നത് എന്താണ്? അവൻ ചിലപ്പോ പലതും കൊണ്ടുവന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ സ്കൂൾ പൂട്ടിയാൽ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, 2ാം ക്ലാസ് വരെയുള്ള കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളുടെ വീടിന്റെ ചുമര് നിങ്ങൾക്കുള്ളതാട്ടോ. നിങ്ങൾ കരിക്കട്ടിയോ ക്രയോൺസോ എടുത്തിട്ട് വീട്ടിന്റെ ചുമരുമേൽ വരക്കുക. കുറെ ആൾ വിചാരിക്കുന്നുണ്ട് ഇവനെയും കൊണ്ട് ഇടങ്ങാറായല്ലോ അല്ലേ? നിങ്ങളുടെ വീടിന്റെ ചുമര് അപ്പെക്സ് അൾട്ടിമ കമ്പനിക്കാണോ, ഇൻഡിഗോ കമ്പനിക്കാണോ, ബർജർ കമ്പനിക്കാണോ, നിങ്ങളുടെ കൊച്ചുമക്കൾക്കാണോ? പണ്ടൊരു കൊട്ടാരത്തിലൊരു കുട്ടി, ഏതോ ഒരു കുട്ടി കൊട്ടാരത്തിന്റെ ചുമരുകളിൽ കരിക്കട്ട കൊണ്ട് വരയുന്നു. ഇത് വൃത്തികേടായി കിടക്കുന്നതങ്ങാറ്റം രാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവിടുത്തെ പരിചാരകന്മാർക്ക് അപ്പ കിട്ടും ശിക്ഷ. പരിചാരകന്മാര് വെള്ളവും തുണിയെടുത്തിട്ട് ഓടിപ്പോയി മയക്കാൻ തുടങ്ങുന്നു, പരക്ക മയക്കുന്നു. ഇങ്ങനെ ഭാഗത്തെല്ലാം മയച്ച് അങ്ങ് ചെല്ലുമ്പോൾ ആടെയുണ്ടാവും ഭരിച്ചിട്ട്, ആടെ മയച്ചിട്ട് ഇപ്പുറം വരുമ്പോൾ ഈടെയുണ്ടാവും ഭരിച്ചിട്ട്, ആകെ ബഹളം. അപ്പൊ രാജാവിന്റെ ഭാര്യാ സഹോദരൻ രാജരാജവർമ്മ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളുന്നു. ബഹളം കേട്ടിട്ട് രാജരാജവർമ്മ ചോദിച്ചു, എന്താ ഇവിടെ വിശേഷം? പൊന്നു തമ്പുരാനെ, ഏതോ ഒരു ഹേമദ്രവം പിടിച്ച കുരുത്തം കെട്ട കുട്ടി ഈ കൊട്ടാരത്തിന്റെ ചുമരെല്ലാം ആകെ വൃത്തിഹീനമാക്കുന്നു. ആരാന്ന് മനസ്സിലാകുന്നില്ല. ഞങ്ങളിത് കഴിയുമ്പോഴേക്ക് അപ്പുറത്ത് വൃത്തികേടാക്കുന്നു. അപ്പൊ രാജരാജവർമ്മ ചുമരെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, അന്നും കഴുകല്ല, അടവെക്ക്. ഈ വരക്കുന്ന വിദ്വാനെ ഞാൻ കണ്ടുപിടിച്ചു തരാം. രാജരാജവർമ്മ പായസം വെച്ചിട്ട് കുട്ടികളോടെല്ലാം കുടിക്കാൻ വരാം. കുട്ടികളെല്ലാം വന്നു. അടിപൊളി പായസം. എല്ലാവർക്കും ഓരോ സ്പൂണിൽ പായസം കൊടുത്തു. കുട്ടികളെല്ലാം ഒരു സ്പൂണ് നക്കി കുടിച്ചപ്പോൾ പറഞ്ഞു, ഇനി പായസം വേണോ? ആ വേണം. പക്ഷേ ഒരു മത്സരം. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ആൾക്ക് ഇഷ്ടം പോലെ പായസം തരും. രാജരാജവർമ്മ അവിടെയുള്ള ഒരു ബോർഡിൽ കുറച്ച് കുത്തുകൾ ഇട്ടു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇരുന്നിട്ട് ആ കുത്തുകൾ യോജിപ്പിച്ചാൽ എന്ത് ചിത്രം കിട്ടുമെന്ന് പറയാൻ പറ്റുന്ന ആൾക്ക് ഞാൻ ഇഷ്ടം പോലെ പായസം തരും. ആരും ഒന്നും പറയുന്നില്ല. അപ്പൊ ഒരു കുഞ്ഞു ചെക്കൻ രവി എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, തൊഴുക്കുത്തി നിന്നാലുള്ള ചിത്രം കിട്ടും. തൊഴുക്കുത്തി നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ ഇങ്ങനെ പുറകോട്ടാക്കി അഭ്യാസമില്ല, കൈ പിറകിൽ നിലത്ത് കുത്തി നിൽക്കൽ. ആ ചിത്രം കിട്ടും അത് വരച്ചാൽ. എന്നാ നീ അത് വരച്ചാട്ടെ. കരിക്കട്ട വാങ്ങി അത് ചിത്രം വരച്ചു കൊടുത്തു. അപ്പൊ രാജരാജവർമ്മ പറഞ്ഞു, ചുമര് വൃത്തികേടാക്കുന്ന കള്ളനെ മനസ്സിലായി, പിടികിട്ടി. രാജരാജവർമ്മ നേരെ അവന്റെ അടുത്തേക്ക് നടന്നെടുക്കുന്നു. പരിചാരകന്മാർക്ക് ഭയങ്കര സന്തോഷമായി. ഈ കുരുത്തം കെട്ടവനെ കിട്ടിയല്ലോ, ഇപ്പൊ കിട്ടും അടി. രാജരാജവർമ്മ നടന്നു പോയിട്ട് ആ രവി എന്ന് പറയുന്ന കുട്ടിയെ വാരിയെടുത്തിട്ട് അവന്റെ കവിളത്ത് തിരിച്ചും മറിച്ചും ചുംബനം കൊടുത്തിട്ട് കണ്ണീര് വാർത്തിക്കൊണ്ട് പറഞ്ഞു, മോനെ, നിന്നിനുള്ള പ്രതിഭയെ ഞാൻ കണ്ടെത്തി. അവനെ കൊണ്ടുപോയി ചിത്രം വരക്കാൻ പഠിപ്പിച്ചു. അവൻ വരച്ച ചിത്രമാണ് നമ്മുടെ കൃഷ്ണനും രാമനും ഒക്കെ കേട്ടോ. അല്ലാതെ ശ്രീകൃഷ്ണന്റെയും ശ്രീരാമന്റെ ഒന്നും ചിത്രം രാമനും കൃഷ്ണനും സെൽഫി എടുത്ത് അയച്ചല്ല. രാജാ രവിവർമ്മ എന്ന ലോകം കണ്ട ചിത്രകാരൻ ആ ചുമരെഴുത്തിലൂടെ വരഞ്ഞ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെ ആ പ്രതിഭയെ പുറത്തു വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ചുമര് ഉപയോഗിക്കാതെ നിങ്ങളുടെ പെയിന്റ് കമ്പനിക്ക് വേണ്ടി വെളുപ്പിച്ച് നിർത്തിയിട്ടെന്താണ്? കുട്ടികളുള്ള വീട്ടിലെ ചുമരുകൾ വൃത്തിയായി കിടക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ ആളുകളുടെ മനസ്സ് വൃത്തികേടാണ്. കുട്ടികളുള്ള വീട്ടിലെ ചുമരുകൾ ആകെ വരഞ്ഞലങ്കോലപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ മനുഷ്യരുടെ മനസ്സുകൾ പുഷ്പം പോലെയാണ്, പൂക്കുന്നതാണ്. തിരിച്ചറിയുക. നമ്മൾ ഈ വീടിന്റെ വലുപ്പത്തിന് വേണ്ടിയല്ല, നമ്മൾ കുട്ടികളുടെ മനസ്സിന്റെ വെളുപ്പിന് വേണ്ടിയാണ്. അതുകൊണ്ട് കുട്ടികളുടെ കഴിവുകൾ വികസിക്കട്ടെ. ഈ 2 മാസം കഴിയുമ്പോഴേക്ക് കടലാസ് കൊണ്ട് പഴയ നോട്ട് ബുക്കുകൾ ചീന്തി ഉണ്ടാക്കിയിട്ട് കൊറ്റി ഉണ്ടാക്കാൻ പഠിക്കണ്ടേ? വേണ്ടേ? കൊറ്റി ഉണ്ടാക്കാൻ പഠിക്കണം. തത്തമ്മേനെ ഉണ്ടാക്കാൻ പഠിക്കണ്ടേ? തവളേനെ ഉണ്ടാക്കാൻ പഠിപ്പിക്കണ്ടേ? കുട്ടികളെ പഠിപ്പിക്കണം. നിങ്ങൾ അച്ഛനും അമ്മയും നിങ്ങളെ പഠിപ്പിച്ചാന്നില്ലേ പലതും കടലാസ് കൊണ്ട് ഉണ്ടാക്കാൻ? എല്ലാവരും ഒരു തോണിയാണ് ഉണ്ടാക്കി കൊടുത്തു, തീർന്നു. തോണി മാത്രമൊന്നുമല്ല, ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതെല്ലാം ഉണ്ടാക്കാൻ കുട്ടികളെ പഠിപ്പിക്കേ. കുരുത്തോലകൾ പെറുക്കിക്കൊണ്ടുവന്നിട്ട് അതിന്റെ ഈർക്കിളിയും ഓലയും എടുത്തിട്ട് ചീന്തിയിട്ട്
വണ്ടി ഉണ്ടാക്കാൻ പഠിപ്പിക്ക്, തത്തമ്മേനെ ഉണ്ടാക്ക്, ഓലപ്പിപ്പി ഉണ്ടാക്കാൻ പഠിപ്പിക്ക്. മനസ്സിലായോ? അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് വീട്ടിൽ. ആ കാര്യങ്ങളെല്ലാം ചെയ്യണം, കുട്ടികളെ കൊണ്ട് ചെയ്യിക്കണം, അവനെ ഓരോ ദൗത്യമേൽപ്പിക്കണം. 5ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് ഒരു കുട്ടി അവനവൻ കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രം കഴുകാൻ പഠിപ്പിക്കണം. ഇത് രാവിലെ ബസ് വരേണ്ട സമയമാകുമ്പോ, സ്കൂളിൽ പോകേണ്ട സമയമാകുമ്പോ ഒരു അലാറം കേൾക്ക, എന്റെ ഡ്രസ്സറ്, എന്റെ കുപ്പായോ, എന്റെ കുപ്പിയും വെള്ളോ, എന്റെ ബാഗ്. അച്ഛനും അമ്മയും ഇതെല്ലാം എടുത്ത് ഇവനിങ്ങനെ നിന്നൊടുക്കും. ഇതെല്ലാം ചുമലിട്ട് ബസ്സിലേക്ക് ബഹിരാകാശ യാത്രികനെയോ റോക്കറ്റിൽ ഉന്തിക്കയറ്റും പോലെ കയറ്റി വിട്ടു കഴിഞ്ഞാൽ ഇന്നത്തെ കഴിഞ്ഞു, ഇനി നാളെയല്ലേ? നോ, ഇതെല്ലാം എവിടെ വെക്കണമെന്ന് അവനെ പഠിപ്പിക്കണം. എന്ത് എവിടെ വെക്കണം, എന്ത് ചെയ്യണമെന്ന് അവനവൻ ചെയ്യണം. 7ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് ഒരു കുട്ടി അവനവന്റെ അണ്ടർവെയറെങ്കിലും അലക്കിയിടുന്നില്ലെങ്കിൽ ആ അമ്മ നല്ല അമ്മയല്ല, അലക്കി കൊടുക്കുന്ന അമ്മയല്ല. അവനെ കൊണ്ട് അലക്കിക്കണം, അണ്ടർവെയറെങ്കിലും അലക്കാൻ പഠിക്കണം. കുടുംബശ്രീയിലൂടെ ഞാൻ നടത്തിയ സർവേയിൽ നിന്ന് മനസ്സിലാക്കിയത് കേരളത്തിലെ 67% പുരുഷന്മാരും അവനവന്റെ അണ്ടർവെയർ പോലും അലക്കിയിടാത്ത ടീമാ. ഭാര്യനെയോ പെങ്ങളെയോ അമ്മേനെയോ ഏൽപ്പിക്കുന്ന വൃത്തികെട്ട സ്വഭാവം. അടിവസ്ത്രം അലക്കാൻ ഭാര്യനെ ഏൽപ്പിക്കുക, അമ്മേനെയും പെങ്ങളെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് സ്വഭാവം അത്? ഇപ്പൊ ചില ആൾ വിചാരിക്കുന്നുണ്ടോ ഈ കാലിനെ വിളിച്ച ആപത്തായല്ലോ അല്ലേ? അത് കുട്ടികൾ എല്ലാ കാലവും നിങ്ങൾ കൂടെ ഉണ്ടാവും. ഇന്ന് കുട്ടികൾ എവിടെയും പോവല്ലേ? അവിടെ പോയാ ഒരു ദോശ ഇടാൻ പഠിക്കണ്ടേ കുട്ടി, ഒരു പിട്ടി ഇടാൻ പഠിക്കണ്ടേ, അവന്റെ വസ്ത്രം അലക്കാൻ പഠിക്കണ്ടേ? ഇതൊക്കെ പഠിപ്പിക്കണം, അവൻ ചെയ്ത് പ്രവർത്തിക്കട്ടെ. ഇത് ചെറുപ്പത്തിൽ അമ്മയെ ഓരോന്ന് ചെയ്യുമ്പോ കുട്ടിയും വന്നിട്ട് കൂടെ ചെയ്യുന്നാണ്ടില്ലേ? അലക്കുമ്പോ കുട്ടി ഒരു സോപ്പ് എടുത്ത് വരക്കും, മിക്സി ഓണാക്കാൻ നോക്കും അല്ലേ? ദോശ മാവെടുത്ത് ഒഴിക്കാൻ നോക്കും. അന്നേരം അമ്മ എന്ത് ചെയ്യും? ദൂരെ നിക്കട, ആട്ടി അകറ്റും. എന്നാ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് അച്ഛൻ എന്തെങ്കിലും എഴുതുമ്പോ ഇവനും പെണ്ണെടുത്തിട്ട് കടലാസിൽ എന്തും വരക്കാൻ നോക്കും. അന്നേരം അച്ഛനും ആട്ടി അകറ്റും. ദൂരെ നിക്കട. അച്ഛനും അടുപ്പിക്കുന്നില്ല, അമ്മയും അടുപ്പിക്കുന്നില്ല. അപ്പൊ ഇവൻ ഒറ്റക്ക് പോയിട്ട് കിണറ്റിലെത്തി നോക്കും. അപ്പൊ ആത്മാ ഇങ്ങോട്ട് വാടാ, മരത്തുമ്മൽ ഓടിക്കയറും. ഇങ്ങോട്ട് വാടാ. അടുത്ത് വരുമ്പോ അട്ടി അകറ്റുക. ദൂരെ പോകുമ്പോ തിരിച്ചു വിളിക്കുക. അടുക്കാനും വിടൂല, അകലാനും വിടൂല. അതാണ് അടുത്ത് വരുമ്പോ ദൂരെ പോകുമ്പോ അതാ ശിശു. മനസ്സിലായോ? ശിശു എന്താന്ന് മനസ്സിലായോ? അടുക്കാനും വിടൂല, അകലാനും വിടൂല. രണ്ടും തെറ്റാണ്. നിങ്ങളോട് ചേർത്ത് പിടിക്കുക കുട്ടികളെ. വാത്സല്യം എന്ന് പറഞ്ഞാൽ എന്താ? വാത്സല്യം എന്ന് പറഞ്ഞാൽ കിൻഡർ ജോയും അൽഫാമുമായി കൊടുക്കലല്ല. വത്സം എന്ന വാക്കിന് നെഞ്ച് നടത്തും. നെഞ്ചോട് ചേർത്ത് പിടിക്കണം കുട്ടികളെ. ചേർത്ത് പിടിക്കുകയും വേണം, സ്വതന്ത്രമായി വിടുകയും വേണം. മനസ്സിലായോ? അവൻ സ്വതന്ത്രമായി പോട്ടെ. മരത്തുമ്മ കയറുമ്പോ കയറല്ലേ എന്ന് പറഞ്ഞാല് എപ്പോ നായ് വാഞ്ഞും വന്നാൽ നിങ്ങളുണ്ടാവോ കൂടെ? മരത്തുമ്മ കയറണ്ടേ? മരത്തുമ്മ കയറാൻ കുട്ടികൾ പഠിക്കണം. കിണറ്റിലെത്തി നോക്കുമ്പോ അവന്റെ മേലൊരു കയ്യും വെച്ചിട്ട് നിങ്ങളും കൂടെ നോക്കണം. എന്നിട്ട് ആ കിണറിന്റെ ആഴത്തെ പറ്റി അവന് ബോധ്യപ്പെടണം. 14 കോൽ ആഴമുണ്ട് മോനെ, ഇത് അച്ചാച്ചന്റെ കാലത്ത് കുഴിപ്പിച്ച എത്രയാൾ പണിയെടുത്തു എന്നറിയോ? എത്ര കല്ലുണ്ടായി എന്നറിയോ? ഈ കിണറ് കൊല്ലത്തിൽ ഒരിക്കൽ മുക്കണം. കിണറിന്റെ ചരിത്രം നിങ്ങൾ മക്കളോട് പറഞ്ഞു കൊടുത്തോ ഇതുവരെ? ആ കിണറിന്റെ പ്രത്യേകതകൾ പറഞ്ഞു കൊടുത്തോ? നിങ്ങളുടെ വീട് നിർമ്മിച്ചത്, കിണറിന്റെ കാര്യം എല്ലാം കുട്ടികൾ അറിയണം. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് കുട്ടികൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അവരെ കൊണ്ട് ഉണ്ടാക്കാൻ പഠിപ്പിക്കും. കൊക്കിനെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുക. മനസ്സിലായോ? എൻ്റെ വീട്ടിലെ എൻ്റെ പ്രധാനപ്പെട്ട ജോലി ഇതാ. നാട്ടിലുള്ള കുട്ടികൾക്കെല്ലാം ഇത് ഉണ്ടാക്കി കൊടുക്കും. ഓല കൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കും. ഓരോ കുട്ടിയും വന്നിട്ട് ഒന്ന് ഉണ്ടായി തരുമോ? എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അതൊരു ആനന്ദമല്ലേ? ഇത് വെറുതെ തിന്നുക, കിടന്നുറങ്ങുക. ഒരു കുട്ടി ജനിച്ച ആദ്യത്തെ ചടങ്ങെന്താ? പ്രസവിച്ചൊറ്റ ആളില്ലേ? എന്താ ആദ്യത്തെ ചടങ്ങ്? പാല് കൊടുക്കല്ലോ. എത്രാമത്തെ ദിവസം? 28ാമത്തെ ദിവസം അല്ലേ? 28ന്റെ കണക്കെന്താ? 28ന്റെ കണക്ക്. ഒരു കുട്ടി ജനിച്ചാൽ പണ്ടൊരു ചടങ്ങ് ഉണ്ടായിരുന്നു, അതിപ്പാരും ചെയ്യുന്നില്ല. അതിന്റെ ദോഷമുണ്ട്. അതെന്താ ചടങ്ങ് എന്ന് ഞാൻ പറഞ്ഞ ഒരു പാട്ടുപാടിയെ തിരിയും. തേനും വയമ്പും നാവിൽ തൂകും വാനമ്പാടി എന്ന പാട്ട് കേട്ടു. തേനും വയമ്പും നാവിൽ തൂക്കും.
പണ്ട് ഈ പ്രതിരോധ വാക്സിൻ ഒന്നും ഇല്ലാത്ത കാലത്ത് വയമ്പ് ശരീരത്തിന് പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ വേണ്ടിയ വയമ്പ്. തേനെന്തിനാ? കുട്ടിക്ക് ജനിച്ച ഉടനെ തോന്നുക ഈ ലോകം കൊള്ളാലോ, മധുരം 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 അല്ലേ? ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ. ഹായ് നല്ല മധുര, അപ്പൊ ഐ ആം ഓക്കെ, യു ആർ ഓക്കെ, ഞാനും കുഴപ്പമില്ല, നിങ്ങളും കുഴപ്പമില്ല, എല്ലാം നല്ലതാ എന്ന് കുട്ടിക്ക് സമൂഹത്തോട് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുക. ഇപ്പൊ ആരെങ്കിലും തേന് കൊടുക്കുന്നുണ്ട്? പകരം എന്താ? ഒരു ഇഞ്ചക്ഷൻ കുത്തി വേദനിപ്പിച്ച് കുട്ടി കരഞ്ഞു. അപ്പൊ കുട്ടിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി വേഴ്സ്റ്റ് ഇംപ്രഷൻ. എന്താ? ഈ ലോകം മുഴുവൻ എന്നെ കുത്താൻ വന്ന ടീമാ. സാമൂഹ്യ വിരുദ്ധനാകുക. ഇഞ്ചക്ഷൻ വേണ്ടേ? വേണം, നിർബന്ധമാണ്. എല്ലാ കുട്ടികൾക്കും ഇഞ്ചക്ഷൻ കൊടുക്കണം. കാരണം പ്രതിരോധ വാക്സിനേഷൻ ഇല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ രോഗം വന്ന് മരിച്ചുപോയിരുന്നു. പക്ഷെ അതിനു മുമ്പ് അല്പം തേന് നാവിൽ കൊടുത്താൽ ഒരു മനഃശാസ്ത്ര ചികിത്സയാണത്. അത് കഴിഞ്ഞിട്ട് ഈ പ്രസവം എന്ന പ്രക്രിയയ്ക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനമുണ്ട് എൻ്റെ നാട്ടിൽ. 9 മാസവും 12 ദിവസവും താൻ ഇരിക്കുമ്പോൾ രണ്ടാളായിരിക്കുന്നത്, താൻ ഉറങ്ങുമ്പോൾ രണ്ടാളാ ഉറങ്ങുന്നത്, താൻ എഴുന്നേൽക്കുമ്പോൾ രണ്ടാളാ എഴുന്നേൽക്കുന്നത്, താൻ ഭക്ഷണം കഴിക്കുമ്പോൾ രണ്ടാൾക്ക് വേണ്ടിയാ കഴിക്കുന്നതെന്നും പറഞ്ഞ് 9 മാസം 12 ദിവസവും ഈ കുഞ്ഞിനെയും കൊണ്ട് നടന്ന ആ പെണ്ണ് അവസാനം ആ വേദന അനുഭവിച്ച് പ്രസവിച്ചു കഴിഞ്ഞാൽ, ഞാനിവിടെ പെറ്റിട്ടിട്ടുണ്ട്, ഞാനിങ്ങ് ഓഫീസിൽ പോന്നാന്ന് പറഞ്ഞ് അപ്പാട് പോകാൻ പറ്റുമോ? ആ കുഞ്ഞിനെയും കൊണ്ട് ഇരുന്ന് അതിനെ കുളിപ്പിച്ച് അതിനെ എല്ലാം ചെയ്ത് മുല കൊടുത്ത് വളർത്തിയെടുത്ത് എത്ര കാലം സഹിച്ചു നിൽക്കുന്നില്ലേ ഏകാഗ്രമായിട്ടൊരു കുട്ടിക്ക് വേണ്ടി? അതൊരു ചെറിയ കാര്യമാണോ? അത് ഒരു ബഹുമാനമല്ലേ? ഒരു സ്ത്രീ, ഞാനിപ്പോ എൻ്റെ ഭാര്യയോട് എന്തെങ്കിലും ഒരു ദേഷ്യം വന്നാൽ അപ്പം ഞാൻ എൻ്റെ മോനെ ആലോചിക്കും, അതിനോടുകൂടി എൻ്റെ ദേഷ്യം പോകും. കാരണം എൻ്റെ മോന് ഞാൻ ഭക്ഷണമായി കൊടുത്തിട്ടുണ്ട്, പക്ഷെ എന്നെ കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ, എൻ്റെ ഭാര്യ അവളെ തന്നെ കൊടുത്തില്ലേ. എൻ്റെ മോനെ ഞാൻ എടുത്തു നടന്നിട്ടുണ്ട്, ഇതുവരെ ഞാൻ എൻ്റെ വയറ്റിലിട്ട് നടന്നിട്ടുണ്ടല്ലോ, ഇല്ലല്ലോ, അവളുടെ വയറ്റിലിട്ട് നടന്നില്ലേ? അതിൽ ബാക്കി എല്ലാ തെറ്റും പൊറുക്കപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് എത്ര നാര്യസ്തു പൂജ്യന്തേ എന്ന് പറയാൻ കാരണം ഇതാ. ആ പ്രസവിച്ച സ്ത്രീയോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കാൻ ഞങ്ങളുടെ നാട്ടിൽ ഒരു 5-10 ദിവസത്തിനുള്ളിൽ കുഞ്ഞിന്റെ അച്ഛനോ കുടുംബക്കാരോ ഉണ്ട്. ഈ അമ്മയ്ക്കും അമ്മയുടെ സഹായിക്കുന്ന അമ്മയുടെ അമ്മയ്ക്കും ഒക്കെ തിന്നാനുള്ള വക കൊണ്ട് കൊടുക്കുന്ന ഒരു പരിപാടി. തിന്നുന്നതിന് പക്ഷെ ഇംഗ്ലീഷിലാ പറയാ, തിന്നുന്നതിന് ഈറ്റ് എന്നല്ലേ പറയാ. ഈറ്റിന്റെ പൈസയും കൊണ്ടുപോകും ഇല്ലേ? ഇല്ലേ? പോവില്ലേ? അതാണ്. അതെന്താ ഇതിന്റെ അർത്ഥം എന്ന് മനസ്സിലായ? ഈറ്റ് എന്നുള്ള അർത്ഥം വേറെയാണ് കേട്ടോ, ഞാനത് തമാശ പറഞ്ഞാണ്. മനസ്സിലായില്ലേ അതിന്റെ അർത്ഥം എന്താ? ആ സ്ത്രീയെ അവളുടെ ത്യാഗത്തിന് കൊടുക്കുന്ന കോമ്പൻസേഷൻ. അത് കഴിഞ്ഞിട്ട് 28ാമത്തെ ദിവസം പേര് വിളിക്കുമ്പോൾ പാല് കൊടുക്കും, പേരും വിളിക്കും, അരയിലൊരു നൂലും കിട്ടും. എന്തിനാ ഈ നൂല് കെട്ടുന്നതെന്ന് ഞാൻ ഈ അമ്പലത്തിലെല്ലാം പ്രസംഗിക്കാൻ വരുന്ന സ്വാമിമാരോടും ആധ്യാത്മിക പ്രഭാഷകന്മാരോടെല്ലാം ചോദിച്ചു. ആരും ഒരു ഉത്തരം തന്നില്ല. അവസാനം പാട്യം പഞ്ചായത്തിന്റെ വയോജന സംഘം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ പോയപ്പോൾ സാംസ്കാരിക പകർച്ച എന്നൊരു അധ്യായമാണ് ഞാൻ എടുക്കേണ്ടത്. അതിനെ പറ്റിയ സംസാരം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ചോദിച്ചു, ഈ അരയിലെ നൂല് കെട്ടുന്നതിന്റെ ഉത്തരം ആരും പറഞ്ഞിട്ടില്ല, ഇങ്ങൾക്കായിരിക്കും അറിയാവോ? അപ്പൊ റിട്ടയർഡ് ആയ ഒരു രാജശ്രീ ടീച്ചർ പറഞ്ഞു, ആരും ഉത്തരം പറയാത്തതുകൊണ്ട് എനിക്കിപ്പോ തോന്നുന്ന ഒരു ഉത്തരം പറഞ്ഞുതരാം. പറഞ്ഞോ? കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന അമ്മ, പ്രസവിക്കുന്നത് അമ്മ മാത്രം, മുലയൂട്ടുന്നത് അമ്മ മാത്രം, എല്ലാം ചെയ്യുന്നത് അമ്മ മാത്രം. പക്ഷെ കുട്ടി അമ്മേന്റെ മാത്രമല്ലല്ലോ, അച്ഛന്റെ കൂടിയല്ലേ. അപ്പൊ അച്ഛനെ ഇതൊന്നും അച്ഛനെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. അപ്പൊ അച്ഛനൊരു പരാതി വേണ്ടെന്ന് വിചാരിച്ചിട്ട് 28ാമത്തെ ദിവസം കുട്ടീനെ പാർട്ടീഷൻ ചെയ്ത് 2ആക്കി നടുക്കൊരു അതിരിടുന്ന, പകുതി അച്ഛന് പകുതി അമ്മക്ക്. അതാണ് അരയിലെ നൂല് കെട്ടുന്നത്. അല്ല, ഈ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ ആരംഭിക്കുക. എല്ലാ മൃഗങ്ങളെ പോലെ 2 കണ്ണും, മൂക്കിന് 2 ദ്വാരവും, 2 ചെവിയും, ഓക്സിജൻ ശ്വസിക്കുന്ന ശ്വാസകോശവുമായിട്ട് ജനിച്ച കുട്ടി ശരീരത്തിന്റെ വളർച്ചയല്ല അന്നു മുതൽ ആ ശരീരത്തിന്റെ ചോദനകളെ നിയന്ത്രിക്കുന്ന മനസ്സിന്റെ ഭാവനകൾ ഉണർത്തിയെടുക്കാനുള്ള പ്രക്രിയ ആരംഭിക്കുന്നതാണ് അരയിലെ നൂല്. നൂലെന്ന് പറയുന്നത് അച്ഛനും അമ്മയും പിരിച്ചതിന്റെ ബാക്കിയാണ് നമ്മൾ പിരിക്കുന്നത്. നമ്മുടെ സംസ്കാരം എന്ന് പറയുന്ന നൂലിന്റെ പ്രത്യേകത പിരിച്ച് നീട്ടാം, അറ്റമില്ലാത്തതാണ്. നമ്മുടെ ജീവിതം പണ്ടേതോ കാലത്ത് ആരൊക്കെയോ പിരിക്കാൻ തുടങ്ങിയിട്ട് പിരിച്ച് പോകുന്നതല്ലേ നമ്മുടെ സംസ്കാരത്തിന്റെ നൂല്. ആ നൂല് കൊണ്ട് ശരീരത്തെ ബന്ധിച്ചിട്ട് പറയാ, മോനെ, നിന്റെ ശരീരത്തിൽ ഭക്ഷണവും പത്രം പാർപ്പിടം മാത്രല്ല പ്രധാനം, നിന്റെ മനസ്സ് വളർത്തുക, ആ മനസ്സ് നിയന്ത്രിക്കുക. ആമയും മോയിലും പന്തയം വെച്ച കഥ കേട്ടിട്ടുണ്ടോ? അത് കേൾക്കാത്ത ലോകത്ത് ഒരു സ്കൂളിലെ കുട്ടി ഉണ്ടാവില്ല. പന്തയം വെച്ച് ഓട്ട മത്സരം തുടങ്ങി, മുയല് കുതിച്ച് മുന്നോട്ട് പാഞ്ഞ് കുറെ അപ്പുറത്തെത്തിയപ്പോ മുയല് തിരിഞ്ഞു നോക്കിയപ്പോ ആമ അങ്ങ് വളരെ പറകില. ഒന്ന് വിശ്രമിച്ചിട്ടല്ല പോകാം, മുയൽ ഒന്ന് വിശ്രമിച്ച് ഉറങ്ങിപ്പോയി. ഉറക്ക് തെളിയുമ്പോ ആമ പോയി സമ്മാനം വാങ്ങും.
എന്നിട്ട് അധ്യാപകർ പറയും പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയം. ഇതാണ് നമ്മൾ കേട്ട കഥ. ഈ കഥക്കൊരു പുതിയ വേഷം വേണ്ടേ? നമ്മുടെ ശരീരം ഗുരുവാണ്, മനസ്സ് ലഘുവാണ് എങ്കിൽ നമ്മൾ മൃഗമാണ്. മൃഗങ്ങൾക്ക് ഗുരു ലഘു എന്ന് കേട്ടിട്ടുണ്ടോ? വൃത്തം പഠിക്കുമ്പോൾ ദീർഘാക്ഷരം ഗുരുവും ഹ്രസ്വാക്ഷരം ലഘു. വലുത് ഗുരു, ചെറുത് ലഘു. ഗുരുതരമായ പരിക്ക് പറ്റി എന്ന് പറഞ്ഞാൽ മാഷക്ക് പരിക്ക് പറ്റിയെന്നല്ല, വലിയ പരിക്ക് പറ്റിയെന്ന. മാഷന്മാരെ ഗുരുക്കൾ എന്ന് വിളിക്കുന്നത് വലിയ ആളായതുകൊണ്ടാണ്, കുട്ടികളെക്കാൾ അറിവിന്റെ കാര്യത്തിൽ വലുതായതുകൊണ്ടാണ്. അപ്പൊ ലഘുവും ഗുരു, മനസ്സ് ലഘുവും ശരീരം ഗുരുവായാൽ മൃഗമായി. ഇപ്പടി ഒരു പശു വന്നു, ഈ പശുവിന് മൂത്രമൊഴിക്കണമെന്ന് മുട്ടിയാൽ ശരീരം പറയുന്നു ഇപ്പൊ ഒഴിക്കണം. അപ്പൊ ബാലും പൊതിച്ചവിടെ ഒഴിക്കൂലേ? അല്ലാതെ മനസ്സ് പറയോ പറ്റൂല ആലയിലെത്തട്ടെ? ഇല്ല. മനസ്സ് മൃഗങ്ങൾക്ക് ഉണ്ട് കേട്ടോ. മൃഗങ്ങൾക്ക് മനസ്സില്ലേ? മൃഗങ്ങൾക്ക് മനസ്സെല്ലാം ഉണ്ട്. നായ്ക്ക് കണക്കറിയാലോ. വീതി കുറഞ്ഞ റോഡും മേലെ കൂടി നിങ്ങൾ സ്കൂട്ടറും കൊണ്ടുപോകുമ്പം റോഡിന്റെ പകുതിക്ക് ഒരു നായി കിടക്കുന്നു. സ്കൂട്ടറിന്റെ ഒച്ച കേട്ടാ നായി അനങ്ങൂല, കാരണം സ്കൂട്ടറിന് പോയിട്ട് സലാഡി ഉണ്ട്. എന്നാ പറയ ഒരു ലോറി വന്ന് നോക്കട്ടെ, നായി എണീറ്റ് മാറൂലേ? കാരണം സ്കൂട്ടറിന് എത്രയാ വീതി എന്ന് ലോറിയുടെ വീതി എത്രയാന്നുള്ള കണക്ക് നായ്ക്ക് അറിയുന്നതുകൊണ്ടല്ലേ ലോറി വരുമ്പോൾ മാറിക്കൊടുക്കുന്നത്. അപ്പൊ നായ്ക്ക് കണക്കറിഞ്ഞൂടെ? പക്ഷെ നമ്മളെ കൂട്ടത്തിലെ ചില നായിയൊക്കെ ഈ കണക്കറിയില്ല. റോഡുമ്പിൽ വെച്ച് പോകുന്നില്ലേ? റോഡുമ്പിൽ വെച്ച് ബ്ലോക്ക് ആക്കുന്നില്ലേ? കണ്ടില്ലേ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. മൃഗങ്ങൾക്ക് മനസ്സൊക്കെ ഉണ്ട്, പക്ഷെ ആ മനസ്സ് ശരീരത്തിന് വിധേയമാണ്. നമുക്ക് പറ്റുമോ ഇവിടുന്ന് മൂത്രമൊഴിച്ച് അവിടെ ഇരുന്ന് വയ്ക്കുവോ? നമ്മുടെ മനസ്സ് പറയും ശരീരത്തോട് അനങ്ങാണ്ട് കിടന്നോ പേരിക്കോട്ടല്ലേ. ശരീരത്തെ നിയന്ത്രിക്കുന്ന മനസ്സുള്ളത് കൊണ്ടാണ് നമ്മൾ മനുഷ്യനായത്. ആ മനസ്സിനെ ശക്തിപ്പെടുത്താൻ ആരംഭിക്കുന്ന പ്രക്രിയ അരയിലെ നൂല് കെട്ടുന്നതിലൂടെ ശരീരത്തെ കൺട്രോൾ ചെയ്യുക. ആ ശരീരം ആമയെ പോലെ മെല്ലെ വളരും. എന്നാ മനസ്സ് മുയലിനെ പോലെ കുതിച്ചോടുമില്ലേ? നമ്മളെ കുട്ടികൾ പ്രസവിച്ചാൽ നമ്മളെ കുട്ടി എത്ര കാലം എടുക്കും? പല കുറി വീഴുമ്പോൾ നടക്കാൻ പഠിക്കാൻ എത്ര കാലം എടുക്കും? എന്നാ പശുക്കുട്ടി അരമണിക്കൂർ കൊണ്ട് എണീറ്റോടും. നമ്മളെ കുട്ടി 6 മാസം കഴിഞ്ഞാലേ ദോശ മറിച്ചിടുക. കുമ്പിട് നാട്ടില്ലേ? 6 മാസം കഴിഞ്ഞു. അംഗനവാടി പോകുമ്പോ 3 വയസ്സാവും. 3ാമത്തെ വയസ്സിൽ പശു പെറ്റിട്ടൊരമ്മയാ നമ്മളെ കുട്ടി, കുഞ്ഞിമോളാ. നമ്മുടെ ശരീരം മെല്ലെ 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 വളരും. 18 വയസ്സിൽ വിവാഹപ്രായം എത്തുമ്പോഴേക്കും ഒരു പെൺകുട്ടിക്ക് വിവാഹപ്രായം എത്തുമ്പോഴേക്ക് പശു പെറ്റിട്ട് പ്രസവം മുഴുവൻ നിർത്തിയിട്ട് വിറ്റിട്ടുണ്ടാവും പശുവിനല്ലേ. എന്ന മനസ്സോ, നമ്മുടെ കുട്ടികളെ മനസ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം പറയുന്നത്, എന്തെല്ലാം അത്ഭുതമാണ്. ഞാൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഞങ്ങൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ മാസം മുഖ്യമന്ത്രി 1058 പുസ്തകങ്ങൾ, കുട്ടികൾ എഴുതിയ പുസ്തകങ്ങൾ 1058 സ്കൂളിലെ കുട്ടികൾ എഴുതിയ പുസ്തകങ്ങൾ, 50,000 കുട്ടികൾ കൂടി എഴുതിയ കവിതകളും കഥകളും ചേർന്ന പുസ്തകം 1058 പുസ്തകം ഗിന്നസ് ബുക്കിൽ പേര് വന്നു. ഒറ്റ ദിവസം 1058 പുസ്തകം ഒറ്റ വലിക്ക് പ്രകാശനം ചെയ്തു. എന്റെ പണി ആ പുസ്തകങ്ങൾ വായിക്കല. കുറേ കുട്ടികളുടെ സ്ഥിരം പൂമ്പാറ്റേ പിന്നെ കിളികളെ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ഇതുണ്ട്. എന്നാൽ നല്ല കവിതകളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചൊരു കവിത കേൾക്കണോ നിങ്ങൾക്ക്? ആ കവിത ഇങ്ങനെയാണ്: ഒരു പൂവ്, ഒറ്റ നാട്ടിലുമില്ലാത്ത പൂവ്, ആരും കാണാത്ത പൂവ്, കള്ളന്മാർ നട്ടു വളർത്തിയ പൂവ്. ഒരു പൂവ്, ഒറ്റ നാട്ടിലുമില്ലാത്ത പൂവ്, ആരും കാണാത്ത പൂവ്, കള്ളന്മാർ നട്ടു വളർത്തിയ പൂവ്. ആ പൂവ് ഒരു പോലീസുകാരൻ മോഷ്ടിച്ചു കളഞ്ഞു. അപ്പോൾ കള്ളന്മാർ അവിടെ ഉണ്ടായിരുന്നില്ല. അവർ പോലീസുകാരുടെ യൂണിഫോം മോഷ്ടിക്കാൻ പോയിരിക്കുകയായിരുന്നു. ഇതാണ് കവിത. എന്തൊരു ആന്തരിക അർത്ഥമാണ്. വിക്ടർ ഹ്യൂഗോവിന്റെ പാവങ്ങൾ എന്ന നോവലും ഈ കവിതയുമായി കണക്ട് ചെയ്തിട്ട് 1 മണിക്കൂർ നേരം പറയാനുള്ള വകുപ്പ് അതിലുണ്ട്. ആ കവിതയിൽ നമ്മുടെ കുട്ടികളുടെ ബുദ്ധി അപാരമാണ്. അത് മുയലിനെ പോലെ കുതിച്ചു പായുന്നു. പക്ഷേ പ്രൈമറി വിദ്യാലയത്തിലെ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത്, ഈ മനസ്സ് കുതിച്ചു പായുന്നത് LP-യിലും UP-യിലും കുതിച്ചു പാഞ്ഞ് 8-ലും 9-ലും കുതിച്ചു പാഞ്ഞ് 10-ലെത്തുമ്പോഴേക്ക് അവന്റെ ശരീരത്തിനൊരു ശക്തി വരാൻ തുടങ്ങും. ആ സമയത്തേക്ക് അവന്റെ മനസ്സിന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയാത്തതിന്റെ ദുരന്തമാണ് +2-ന്റെ SLC-ന്റെ ക്ലാസ് തീരുന്ന ദിവസം പെരുപരുത്തടി കുട്ടികൾ തമ്മിൽ അല്ലേ? എന്താ അത്? ഒരു 13-14 വയസ്സാകുമ്പോഴേക്ക് കുട്ടികളുടെ ഉള്ളിൽ ഒരാളങ്ങ് എഴുന്നേറ്റ് വരും. ഹോർമോൺ ഉൽപാദനം തുടങ്ങും. എന്ത് ഹോർമോണാ? നമ്മളെല്ലാം പണ്ട് ഹോർമോണെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ അതിനെല്ലൊരു പരിധിയുണ്ട്. കാരണം എന്താ? ഉച്ചക്കെന്നാ മോനെ കറി, ചാക്കക്കുരും വെള്ളരിക്ക പോലെ, രാത്രിയോ വെള്ളരിക്കയും ചാക്കക്കുരു പോലെ. ഇതിനെ കൊണ്ട് എന്ത് ഹോർമോൺ ഉണ്ടാവാനാ? ഇപ്പൊ എത്രയാ വെളിച്ചെണ്ണ, എത്രയാ പാമോയില്, എത്രയാ തേങ്ങ അരക്കുന്നത്, എത്രയാ ഇറച്ചി, എത്രയാ മീന്, ചിക്കൻ, എന്തെല്ലാം പേരാ. നമുക്കെല്ലാം പല പേരുണ്ടെങ്കിൽ മരിച്ച ഒരു പേരേ ഉള്ളൂ, ശവം, മയ്യത്ത്.
എന്നാ കോഴിക്ക് മരിക്കുന്നവര് ഒരു പേരേ ഉള്ളൂ, കോഴി. മരിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം പേര്? ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ പറന്നടിച്ചത്. ഇത് മുഴുവൻ പിള്ളേർ തിന്നിട്ട് ഈ ഹോർമോൺ ഉൽപാദനം കയറുമ്പോ ഇല്ലേ, ഇവന്റെ മനസ്സ് കിടന്നുറങ്ങുന്നു മൊയില്, ആമ മുന്നോട്ട് പോകുന്നു ശരീരം. അപ്പോ ഇവന് ശരീരത്തിന്റെ ചോദനകൾ ഏടുന്നെങ്കിൽ ഒരു ചക്കൻ ചിരിച്ചു കാണിച്ചാൽ ചിരി കണ്ടാൽ അത് മതി, ഒരു മൊഴി കേട്ടാൽ അത് മതി, രണ്ടാഴ്ച ഓർക്കുണ്ടാവില്ല, അടുത്ത സോള് പോയി. പോകുമ്പോ മനസ്സ് പറയണ്ടേ, എടാ പോറ്റി വലുതാക്കി അച്ഛനെയും അമ്മേനെയും മറന്നിട്ട് പോല, നാടിന്റെ മര്യാദ മറന്നു പോല, ഓനെപ്പറ്റി നീ അന്വേഷിച്ചോ മര്യാദക്ക്? ഒന്നുമില്ല. തൽക്കാലം ശരീരത്തിന് ഏതെങ്കിലും ഒരുത്തനെ വേണോ, ഏതെങ്കിലും ഒരുത്തീനെ വേണോ, അപ്പാട് പോയി. ആമ പോയി ട്രോഫി വാങ്ങി വരും, ഒരു കൊല്ലം കഴിയുമ്പോ ട്രോഫി എടുത്തിട്ട് വരും, എന്റെ അമ്മേ പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് വരും. കണ്ടിനാ, ഇതാണ് പറ്റുന്നത്. പ്രണയത്തിന് ഞാൻ എതിരല്ല, പക്ഷെ ഇപ്പൊ പ്രണയത്തിന്റെ പേരിൽ നടക്കുന്നതെല്ലാം പ്രണയമല്ല, വെറും കാമമാണ്. ആത്മാവിന്റെ പ്രണയങ്ങൾ നഷ്ടപ്പെടുന്നു. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ എന്ന ആത്മാവിനെ പ്രണയിക്കുന്നതല്ല. കെട്ടിപ്പൂടിയിടാ കണ്ണാളാന്ന് പറഞ്ഞു ശരീരം മതി. ഈ അവസ്ഥയിലേക്ക് പോകാതെ ഇപ്പൊ തുടങ്ങണം രക്ഷിതാക്കളെ, നിങ്ങളുടെ കുട്ടികളുടെ മനസ്സ് വികസിപ്പിക്കുക. പാഠപുസ്തകങ്ങൾ പോരാ, അതിനപ്പുറത്തേക്ക് പോകണം. പാഠപുസ്തകങ്ങൾ പ്രവേശന കവാടം മാത്രമാണ്. അതിനപ്പുറത്ത് ഈ ലോകത്തൊരു മഹാസാമ്രാജ്യമുണ്ട്. ആ സാമ്രാജ്യത്തിലേക്ക് നമ്മൾ പോകാതെ നമ്മൾ കുറെ ശ്ലോകങ്ങളും നമ്മൾ കുറെ പുരാണങ്ങളും മാത്രം വായിച്ച് ഇത് മതി എന്ന് പറഞ്ഞുകൊണ്ടാ നമ്മുടെ രാജ്യം രാമായണവും മഹാഭാരതവും ഭാഗവതവും ഉപനിഷത്തുകളൊക്കെയുള്ള രാജ്യം നമ്മൾ പുറകോട്ട് പോകാൻ കാരണം എന്താ? നമ്മൾ പ്ലസ് ആയില്ല, നമ്മൾ അധ്യാപനം നടത്തിയില്ല. വിദേശികൾ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് 1000 കൊല്ലം മുമ്പ് ഇവിടെ യൂണിവേഴ്സിറ്റി ഉണ്ടായിട്ടും നമ്മൾ പട്ടിണി റാങ്കിങ്ങിൽ 111ാമത്തെ സ്ഥാനത്തായി പോയതിന്റെ കാരണം നമ്മൾ പ്ലസ് ആവുന്നില്ല. നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. നമ്മൾ പുതിയ പുതിയ ചിന്തകളിലേക്ക്, പുതിയ പുതിയ അന്വേഷണങ്ങളിലേക്ക് കുട്ടിയെ നയിക്കണം. അവന്റെ മനസ്സ് വിശാലമാവട്ടെ. ആ മനസ്സ് വിശാലമാകാൻ കേവലം പാഠപുസ്തകം പോരാ, സ്കൂള് പോരാ. പ്രകൃതിയിലെ സൗന്ദര്യം വേണം, ധാർമ്മികത വേണം, ശീലങ്ങൾ വേണം, അനുഭൂതികൾ വേണം, ആനന്ദം വേണം, അറിവ് വേണം, അന്വേഷണം നടത്തണം, ശാസ്ത്രം വേണം, സാമൂഹ്യ ബന്ധം വേണം, പ്രകൃതി ബന്ധം വേണം. ഇതെല്ലാം ചെയ്യാൻ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ സോഫ്റ്റനാക്കുക.